അച്ഛാ 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 എന്തോന്ന് വെച്ചായിരുന്നു വെള്ളം വയ്ക്കാൻ? പോലീസ് പോലീസ് എന്തിന്? ഞാൻ പോയി ഇവിടെ ഇല്ലെന്നോ? ഇല്ല, എന്ത് കാര്യം? എന്ത് ഫോണില് ഫോണിലാ? ഹലോ ഹലോ, ഹലോ, പിങ്കി എന്ന കുട്ടിയുടെ അച്ഛനാണോ? അതെ. ആ, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് രവീന്ദ്രൻ. ഓക്കെ, ഇത് കിളിമാനൂർ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആണ് സംസാരിക്കുന്നത്. പറയണം സാർ. അതായത് ഇന്ന് ചെക്കിങ്ങിനിടയിൽ സംശയം തോന്നിയ ഒരു വണ്ടി കസ്റ്റഡിയിലെടുത്തു. അതിൽ 4 കോളേജ് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് പെൺകുട്ടികളും. അവരുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കോമൺ ആയി കണ്ട കോൺടാക്ട്സിൽ പിങ്കിയുടെ പേരും ഉണ്ടായിരുന്നു. സാർ, എന്താണ് പ്രശ്നം? എന്താണ് സാർ? ഇല്ല, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പക്ഷെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയായിരുന്നു. പിങ്കി എന്ന കുട്ടി ഇവരോടൊപ്പം വരായിരുന്നാണ് എന്നാണ് ചോദ്യം ചെയ്തതിൽ മനസ്സിലായത്. സാറ്, ഒരു 3-4 കുട്ടികൾ ചേർന്നിട്ട് ഒരു കുട്ടിയുടെ സിസ്റ്ററുടെ കല്യാണത്തിന് പാലക്കാട് പോകണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോണ്ടെന്ന് പറഞ്ഞ് പിങ്കിയെ വിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായിരിക്കും സാർ. എന്തായാലും നിങ്ങൾ കുട്ടിയെ വിടാതിരുന്നത് നന്നായി. നമ്മളിപ്പോ ഒരു അവയർനെസ് എന്ന നിലയ്ക്കും കൂടിയാണ് നിങ്ങളെ വിളിച്ചത്. സാർ, ഞങ്ങള് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏകദേശം 3-4 ലക്ഷം വില വരുന്ന ഡ്രഗ്സ് ആണ് ഇവരുടെ കാറിൽ നിന്ന് കണ്ടെടുത്തത്. പെൺകുട്ടികൾക്ക് ഇതിൽ പങ്കില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഒരു ചതിക്കുഴി അറിയാതെയാണ് പല പെൺകുട്ടികളും കൂടെ പോകുന്നത്. എന്നാലും അവരുടെ പാരന്റ്സ് വന്നിട്ട് നമുക്ക് അവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളുടെ സൗഹൃദങ്ങളും അവർ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഉണ്ട്, മനസ്സിലാവുന്നുണ്ട് സാർ. ഈ കേസിൽ ഞങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ? ശരി സാർ, ശരി. ഓക്കെ, ഓക്കെ. മതിയായോ? അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടക്കാത്തതിന്റെ വിഷമം മാറിയോ? ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ അകത്തിരുന്നേനെ പോയിരുന്നെങ്കിൽ എന്തോന്ന് പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് പറഞ്ഞാ നമുക്ക് എന്തോന്നാണ് സമത്വം വേണോ അല്ലേ? ഇക്വാളിറ്റി അല്ലേ? ഈക്വലായിട്ട് എല്ലാവർക്കും കൂടെ ജയിലിൽ ഒരുമിച്ച് കിടക്കായിരുന്നു. ഇവിടെ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ ജാമ്യം എടുക്കാൻ ആളെ കൊണ്ട് പോവേണ്ടി വന്നത്. സത്യം. എന്തൊക്കെ ദേഷ്യമാണ് നീ എന്റെ അടുത്ത് കാണിച്ചത്. ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പത്രത്തിൽ വന്നേനെ നിന്റെ ഫോട്ടോ സഹിതം. നിക്കണ നിപ്പ് നോക്ക്, ഒരു ഭാവ വ്യത്യാസം ഉണ്ടോ നോക്ക്. അഹങ്കാരി അടിച്ചോളൂ, തോല പൊട്ടിക്കട്ടെ, കോലം കഴിഞ്ഞു. മോളെ പ്രശസ്തിയാനെ നാളെ രാവിലെ പത്രത്തിൽ ഫോട്ടോ അടിച്ച് വന്നേനെ കള്ളക്കടത്ത് പേരില്. മോള് ജോലി നേടിയല്ലോ. നിർത്ത്. മോള് വിഷമിക്കാതെ. ഈ പറഞ്ഞൊന്നും മോളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ നിരപരാധിയാണ്, നീ കൂടെ കയറി പോയാനെ. ഈ കൂടെ ഉള്ളവർ എങ്ങനെയാണെന്ന് നിനക്ക് അറിയാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ തന്നെ 3 കുട്ടികളാണ് കൂടെ ഉള്ളത്, മനസ്സിലായോ? അപകടം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ മനസ്സിലാവൂല. ഇപ്പൊ ഈ കള്ളക്കടത്തുകാരും ഈ മാഫിയൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ പെൺകുട്ടികളാണ് മുതലെടുക്കുന്നത്, അവരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ സേഫ് ആണ്. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞങ്ങളൊന്നും പറയുന്നത്. ഈ കോളേജിൽ പല സാഹചര്യത്തിലുള്ള പല തരത്തിലുള്ള പിള്ളേരുണ്ടാവും, ആണോ അല്ലയോ? അവർ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പെട്ടെന്ന് ചാടി കയറി ഒരു ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. സെലക്റ്റീവായിട്ടേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മതി, മനസ്സിലായോ? ചിലര് നമുക്ക് നല്ല പണി തരാറുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ നിന്ന് നീ കഷ്ടിച്ചാണോ രക്ഷപ്പെട്ടത്? ആണോ അല്ലയോ? നീ പഠിത്തവും വിവരവും ഒക്കെ ഉള്ള അറിവുള്ള കുട്ടിയല്ലേ? പത്രം നീ കാണുന്നതാണ്, എന്തൊക്കെ ന്യൂസുകളാണ് അതിൽ വരുന്നത്. ഓരോ പിള്ളേർ ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ചാടിയിരുന്നെങ്കിൽ എന്തായാലും നിന്റെ ഫ്യൂച്ചർ. ഇനി കോളേജിൽ കയറ്റുമോ? നിന്റെ സമൂഹത്തിൽ എന്തൊക്കെ പറയും? നീ ആരായി തീരുമായിരുന്നു? മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം. നമുക്ക് പ്രശ്നമാണോ വരാൻ പോകുന്നത്, നല്ലതാണോ വരാൻ പോകുന്നതെന്നൊക്കെ ആലോചിക്കുമോ? ശ്രദ്ധിക്കുമോ? ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചാടുവോ? പറയൂ അബദ്ധം? ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇനി ഞങ്ങൾ പറയേണ്ടി വരില്ലല്ലോ. അവൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇനി അവളൊന്നും പോവില്ല അല്ലേ? അവൾക്ക് മകളെ വിഷമിക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാം. മോള് 2-3 ദിവസമായിട്ട് പറഞ്ഞേ സിനിമയ്ക്കൊക്കെ പോകണമെന്ന്. നമുക്കൊന്ന് പുറത്ത് പോയി സിനിമയ്ക്കൊക്കെ പോയി ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി മോക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഞ്ചാവൊക്കെ വലിച്ചാ ചുമ്മാ പുറത്തേക്ക് പോയിട്ട് വരാം. എന്താ കണ്ട അവൾക്ക് ഇപ്പോഴും അവരോട് പോകാൻ പറ്റില്ല. മോള് കൂട്ടുകാരാകുമ്പം വിളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തന്നിരിക്കും. അത്രേ ഉള്ളൂ. അല്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മോളെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ എല്ലാരും പറഞ്ഞത് മോളുടെ നല്ലതിന് വേണ്ടിയല്ലേ?